നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതോടെ സഞ്ജയ് രക്ഷപ്പെടുമെന്ന് ഗോപാൽജി കരുതണ്ട. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? സഞ്ജയ്ക്കെതിരെ സാക്ഷി പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് ഇപ്പോഴും ഗോപാൽജിക്കൊന്നും അറിയില്ലല്ലോ. അവളെങ്ങാനും കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞ സഞ്ജയന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഗോപാൽ സാർ, എന്താണോ? അന്ന് സഞ്ജു സാറിനെ കാണാമെന്ന പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവള് തന്നെയാണെന്ന് തനിക്ക് ഉറപ്പാണോ? ഉറപ്പാ സാർ. കണ്ടോടോ, ദൈവമുണ്ട്. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. താനങ്ങോട്ട് മാറി നിൽക്കി. എവിടെയാണോ? അവിടെ അകത്തുണ്ട്. ദേ ആ പെൺകുട്ടി. തന്നെ ഞാൻ കണ്ടോളാം. ഓ, അത് മതി സാർ. പൊയ്ക്കോ. മോളെ, നമസ്കാരം. ആരാ? എനിക്ക് മോളോടൊരു കാര്യം സംസാരിക്കാണ്ടായിരുന്നു. ഒന്ന് വരുമോ? ഞാൻ ഗോപാലൻ. നാട്ടുകാർ ബഹുമാനത്തോടെ ഗോപാൽജി എന്ന് വിളിക്കും. മോള് കാരണം ലോക്കപ്പിൽ കിടക്കുന്ന സഞ്ജയ് എന്റെ മകനാണ്. എന്റെ മോനോട് മോക്ക് എന്തിനാ എത്ര പക? ആ മുറി വെച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ. ദൈവം സഹായിച്ച അതിനു മുമ്പ് പോലീസ് എത്തിയില്ലേ? അവനൊരു അബദ്ധം പറ്റി. അവന്റെ പ്രായം അതല്ലേ. ആകെയുള്ളൊരു മകൻ ലോക്കപ്പിൽ കിടക്കുമ്പോ ഒരച്ഛൻ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് മോക്ക് സങ്കല്പിച്ചൂടെ? അവനെ പുറത്തിറക്കാൻ ഞാൻ എന്തും ചെയ്യും. മാധവന്റെ അവസ്ഥ കണ്ടില്ലേ? സഞ്ജയെ ജയിലിൽ കിടത്തുമെന്ന് വാശിയായിരുന്നു ആ മനുഷ്യന്. എന്നിട്ടിപ്പോ എന്തായി? മോള് കോടതി സഞ്ജയ്ക്കെതിരെ മൊഴി കൊടുത്താൽ അവനെ ജയിലിലടയ്ക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കോടതിയിൽ നിന്ന് ഇറങ്ങിയ മോക്ക് ജീവിക്കേണ്ട ഇവിടെ തന്നെയല്ലേ? മോളില്ലെങ്കിൽ മോളുടെ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടില്ലേ? പ്ലീസ് ഉപദ്രവിക്കരുത്. ഇത് ഞാൻ മോളോടല്ലേ പറയേണ്ടത്? എന്റെ വഴിക്ക് വരാത്രത്തോളം കാലം മോക്ക് എന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ കോടതിയിലേക്ക് പോവില്ല. ഈ കേസിൽ എനിക്കൊരു പരാതിയില്ല. എന്നൊന്ന് വെറുതെ വിട്ടാ മതി. വളരെ നല്ല തീരുമാനം. മോള് നന്നായി വരും. ആരാ ഗോപാൽജി അത്? എന്തിനാ കുട്ടി കരഞ്ഞോണ്ട് പോകുന്നത്? പറയാം, വാ. ആ കുട്ടിയാടാ നമ്മുടെ സഞ്ജയ്ക്കെതിരെ കള്ളക്കേസ് കൊടുത്തത്. എന്നിട്ടാണോ ഗോപാൽജി അവളെ വെറുതെ വിട്ടത്? വേണ്ടടാ, അതവിടെ കുറ്റമല്ല. മാധവൻ അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സഞ്ജയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തില്ലെങ്കിൽ അവക്കെതിരെ അനാശാസ്യത്തിന് കേസെടുക്കുമെന്ന് അവൻ പറഞ്ഞു. ആ പാവം പേടിച്ചുപോയി. വേറെ വഴിയില്ലാതെയാണ് ആ പെണ്ണ് സഞ്ജയ്ക്കെതിരെ പരാതി കൊടുത്തത്. മാധവ് മരിച്ചപ്പോ അവക്ക് പേടി മാറി.
അവള് സഞ്ജയ്ക്കെതിരെ കോടതി ഹാജരാവില്ല എന്ന് പറയാനാണ് എൻ്റെ അടുത്ത് വന്നത്. എന്നെയും സഞ്ജയെയും ബുദ്ധിമുട്ടിച്ചതിന് ഒരുപാട് മാപ്പ് പറയുകയും ചെയ്തു. പാവം. അയാൾ എത്ര പേരെയാ ദ്രോഹിച്ചത്? ഞാൻ കരുതി മാധവന്റെ കാര്യത്തിൽ നിനക്ക് കുറ്റബോധം ഉണ്ടാവുമെന്ന്. എന്തിന്? എന്റെ അച്ഛനെ കൊന്നവരോട് എനിക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? പോലീസുകാരും അവരുടെ കുടുംബത്തോടും എനിക്ക് പക മാത്രമേ ഉള്ളൂ. ഗോപാൽജി അയാളെ കൊന്നത് എന്തുകൊണ്ട് നന്നായി? ഇപ്പോ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച ദൈവമാണെന്ന് തോന്നുന്നു. മാധവന്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്കിപ്പോൾ വിഷമമുള്ളൂ. ഞാനവരെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി. ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. കർമ്മങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. മോളെ, അവന്റെ വിവരം വല്ലതും ഉണ്ടോ? ഒരു വിവരവും ഇല്ല. നമുക്ക് മഹേഷ് വരുന്നത് വരെ ബോഡി ഫ്രീസർ വെച്ചാ പോരെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛന്റെ കർമ്മങ്ങള് കൃത്യസമയത്ത് തന്നെ നടക്കണം. അതിനാ കുരുത്തം കെട്ടം വരണ്ടേ മോളെ? വരണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഉണ്ടായേനെ. കർമ്മങ്ങള് ചെയ്യും. അല്ലേ, അതിപ്പോ എങ്ങനെ ശരിയാവാനാ? എന്താ പ്രശ്നം? പെണ്ണുങ്ങളെ ചീത്ത കൊളുത്താൻ പാടില്ല. അതെന്താ? പെണ്ണുങ്ങൾ കൊളുത്തിയ ചിത കത്തില്ലേ? ഇതേ കുട്ടിക്കളിയല്ല, മാധവേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടേണ്ട കാര്യമാ. ചേച്ചി ചിതയ്ക്ക് തീ കൊളുത്തുന്നതില് എന്റെ അച്ഛന്റെ ആത്മാവിന് സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ കേട്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. ഞാൻ എന്ത് പറയാനടി? മോള് പറഞ്ഞത് തന്നെയാ ശരി. മാധവന്റെ മക്കളിൽ ആര് ചെയ്ത കത്തിച്ചാലും ഒരുപോലെ തന്നെയാ. എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം? പണ്ടത്തെ കാലമൊന്നുമല്ല. മനസ്സുകൊണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും കർമ്മം ചെയ്യാം. ആത്മാവിനങ്ങനെ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ല. അല്ല, എന്നാലും ഇത് ഞങ്ങളുടെ അച്ഛന്റെ കർമ്മങ്ങളുടെ കാര്യം. അമ്മയുടെ അഭിപ്രായം ആരും ചോദിച്ചില്ല. ചേച്ചി എഴുന്നേക്ക്. ഇത് മഹേഷിന്റെ അവകാശമല്ലേ? ഞാൻ എങ്ങനെയാ മോളെ? അച്ഛന്റെ മനസ്സെനിക്കറിയാം. ഇത് ചേച്ചി ചെയ്യണമെന്ന് തന്നെ ആയിരിക്കും അച്ഛന്റെ ആഗ്രഹം. ചേച്ചി ധൈര്യമായിട്ട് ചെയ്യും. ചേച്ചി വാ.